ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്സിന്റെ അണ്ടറിൽ പഠിക്കുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചാണ്. ഒട്ടനവധി ചോദ്യങ്ങളാണ് സുപ്രീം കോടതിയുമായി റിലേറ്റ് ചെയ്ത് PSC എക്സാമുകൾക്ക് ചോദിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്താണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യത്തെ സുപ്രീം കോടതി 1774 ഒക്ടോബർ 22 കൊൽക്കത്തയിലാണ് നിലവിൽ വന്നത്. 1774 ഒക്ടോബർ 22 കൊൽക്കത്തയിലാണ് ഈ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായത്. അന്നത്തെ ഗവർണർ ജനറൽ ഈ 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. ഈ ഒന്നാമത്തെ സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരുമാണ് ഉണ്ടായിരുന്നത്. ഇതൊരു PYQ ആണ്. ആദ്യം കൊൽക്കത്തയിൽ സ്ഥാപിച്ച സുപ്രീം കോർട്ടിൽ ഒരു ചീഫ് ജസ്റ്റിസും അതുപോലെ 3 ജഡ്ജിമാരുമാണ് ഉണ്ടായിരുന്നത്. 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ കൊൽക്കത്തയിലെ സുപ്രീം കോർട്ടിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് എലിജ ഇംബെയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. അതുപോലെ അവിടുത്തെ ലാസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് ബാരൻ പീകോക്ക് ആണ് അവസാന ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. കൊൽക്കത്ത ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് എലിജ ഇംബെയും അവസാന ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ബാരൻസ് പീകോക്കും ആണ്. ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സുപ്രീം കോടതി മദ്രാസ് പ്രവിശ്യയിലാണ് നിലവിൽ വന്നത്. 1800 ഡിസംബർ 26 സെക്കൻഡ് സുപ്രീം കോടതി നിലവിൽ വന്നത്. ഇനി മൂന്നാമത്തെ സുപ്രീം കോടതിയാണ് ബോംബെ പ്രവിശ്യയിൽ നിലവിൽ വന്നത്. 1826 ഡിസംബർ 8 ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് സുപ്രീം കോടതി കൊൽക്കത്തയിൽ 1774, സെക്കൻഡ് സുപ്രീം കോർട്ട് മദ്രാസ് പ്രവിശ്യയിലാണ് 1800കളിലാണ്. തേർഡ് സുപ്രീം കോർട്ട് വന്നിട്ടുള്ളത് ബോംബെ പ്രവിശ്യയിലാണ് 1826. ഇവ മൂന്നും പിന്നീട് ഹൈക്കോടതികളായിട്ട് മാറി. അങ്ങനെ കൊൽക്കത്ത ഹൈക്കോർട്ടാണ് ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെയ്യുന്ന ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി. എന്നാൽ സ്ഥാപിതമാകുമ്പോൾ കൊൽക്കത്ത സുപ്രീം കോർട്ടായിട്ടും മദ്രാസ് സുപ്രീം കോർട്ടായിട്ടും ബോംബെ സുപ്രീം കോർട്ടായിട്ടും ആണ് ഇത് സ്ഥാപിതമായത്. പിന്നീടാണ് ഇവ ഹൈക്കോടതികളായി മാറിയത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ ഫെഡറൽ കോടതി നിലവിൽ വന്നു. ക്ലിയർ ആയോ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ ഫെഡറൽ കോടതി നിലവിൽ വന്നു. ഈ ഫെഡറൽ കോടതിയിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 3 ആയിരുന്നു. 2+1 ആണ്. ഓക്കെ, 2 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസും. അപ്പോൾ ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് മൗറിസ് ലിൻഫോർഡ് ഗ്വയർ എന്ന വ്യക്തിയാണ്. ഇതുകൂടാതെ 2 ജഡ്ജിമാരും ഉണ്ടായിരുന്നു. ഈ 2 ജഡ്ജിമാരും ഇന്ത്യക്കാരായിരുന്നു. അവർ ഷാ മുഹമ്മദ് സുലൈമാനും MR ജയകറും ആയിരുന്നു. ഓക്കെ, ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഹൈക്കോടതി ജഡ്ജ് ആരാന്ന് ചോദിച്ചാൽ ഷാ മുഹമ്മദ് സുലൈമാനാണ്. ക്ലിയർ ആയല്ലോ. ഫെഡറൽ കോടതിയിൽ 3 അംഗസംഖ്യ. ഫെഡറൽ കോടതി നിലവിൽ വന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലാണ്. അവിടെ 3 അംഗസംഖ്യ, ഒരു ചീഫ് ജസ്റ്റിസും 2 ജഡ്ജിമാരും. ഈ ചീഫ് ജസ്റ്റിസ് മൗറിസ് ലിൻഫോർഡ് ഗ്വയറും അതുപോലെ 2 ജഡ്ജിമാരായിരുന്നത് ഷാ മുഹമ്മദ് സുലൈമാനും MR ജയ്കറുമായിരുന്നു. ക്ലിയർ ആയല്ലോ. ഇവർ 2 പേരും ഇന്ത്യക്കാരാണ്. ഇനി ഈ ഫെഡറൽ കോടതിയിലെ ഏറ്റവും അവസാനത്തെ ചീഫ് ജസ്റ്റിസായി ചാർജ് എടുത്തത് HJ കെനിയ. അതായത് ഈ HJ കെനിയ തന്നെയാണ് പിന്നീട് ഈ ഫെഡറൽ കോടതി ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് മാറുമ്പോൾ അവിടുത്തെ ആദ്യത്തെ
ഇന്ത്യൻ സുപ്രീം കോർട്ടിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ക്ലിയർ ആണോ? ഫെഡറൽ കോടതി 1950 ജനുവരി 28 ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് മാറുന്നത്. ആ സമയത്ത് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ഈ H.J. കെനി ആയിരുന്നു. ക്ലിയർ അല്ലേ? 1950 ജനുവരി 28 പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ സുപ്രീം കോടതി 1958 വരെ പ്രവർത്തിച്ചിരുന്നത് പാർലമെന്റ് മന്ദിരത്തിലെ ചേംബർ ഓഫ് പ്രിൻസസ് എന്ന വിഭാഗത്തിലായിരുന്നു. സുപ്രീം കോടതിക്ക് മാത്രമായിട്ടൊരു ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സുപ്രീം കോടതിക്കുള്ള ഒരു ബിൽഡിംഗ് നിലവിൽ വന്നത് 1958 ഓഗസ്റ്റ് 4 ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മുടെ ഈ പാർലമെന്റ് മന്ദിരത്തിലെ ചേംബർ ഓഫ് പ്രിൻസസ് എന്ന വിഭാഗത്തിലാണ് അത് വർക്ക് ചെയ്ത് പോന്നിരുന്നത്. ഓക്കെ, അതിനുശേഷം 1958 ഓഗസ്റ്റ് 4 തിലക് മാർഗ്, ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് നമ്മളുടെ നിലവിലുള്ള സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ? യഥോധർമ്മ സ്തതോ ജയ എന്ന ആപ്തവാക്യമാണ് സുപ്രീം കോടതിയുടേത്. ഇനി സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടെ 8 അംഗങ്ങളുള്ള ഒരു സമിതിയായിരുന്നു. 8 അംഗങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അതായത് ഒരു ചീഫ് ജസ്റ്റിസും 7 ജഡ്ജിമാരും. നിലവിൽ 2019 ഓഗസ്റ്റ് 5 ഭേദഗതി ബില്ല് പ്രകാരം 34 ജഡ്ജിമാരാണ് മൊത്തം ഉള്ളത്. ഓക്കെ, ചീഫ് ജസ്റ്റിസ് അടക്കം 34 പേരാണ് ഉള്ളത്. സുപ്രീം കോടതിയിലെ ഒരു മുതിർന്ന ജഡ്ജിയെയാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതൊക്കെ എന്താണ്? ഒരു കൊളീജിയമാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ കൊളീജിയത്തിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 1993 മുതലാണ് ഇങ്ങനെ ഒരു കൊളീജിയം സമ്പ്രദായം സുപ്രീം കോടതിയിൽ ആരംഭിച്ചിരുന്നത്. ഈ കൊളീജിയത്തിൽ 5 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കൊളീജിയം സമ്പ്രദായത്തിൽ 5 അംഗങ്ങൾ. അപ്പം അതുവരെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം സുപ്രീം കോടതി ജഡ്ജിയെ നിയമിക്കുന്നതിന് മുന്നേ ഇന്ത്യൻ രാഷ്ട്രപതി നിർബന്ധമായിട്ടും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനോട് കൂടി ആലോചിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ രീതിയിലായിരുന്നു അവരെ പ്ലേസ് ചെയ്തിരുന്നത്. എന്നാൽ 1993 മുതലാണ് ഈ കൊളീജിയം സമ്പ്രദായം വന്നത്. സുപ്രീം കോടതി ജഡ്ജിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊളീജിയം സമ്പ്രദായം നിലവിൽ വന്നത് 1993 മുതലാണ്. ഇതൊരു PYQ ആണ്. ഓക്കെ, അപ്പോൾ ഈ കൊളീജിയത്തിൽ 5 അംഗങ്ങളാണ് ടോട്ടലായിട്ട് ഉള്ളത്. അപ്പോൾ അതിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് മുതിർന്ന സുപ്രീം കോടതി ജഡ്ജിമാരാണ്. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. കൊളീജിയം സമ്പ്രദായത്തിലൂടെയാണ് ചീഫ് ജസ്റ്റിസിനെ തിരഞ്ഞെടുക്കുന്നതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഈ ഭാഗത്ത് നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ഇതാണ്. 2014 നമ്മുടെ 99ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു കമ്മീഷനുണ്ട്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ, NJAC, അല്ലെങ്കിൽ ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ. അപ്പോൾ ഈ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെയൊക്കെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു. പക്ഷേ 2015 ഇത് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 2014 99ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ NJAC നിലവിൽ വന്നത്. പക്ഷേ 2015 ആയപ്പോൾ തന്നെ സുപ്രീം കോടതി തന്നെ ഡിക്ലെയർ ചെയ്യുകയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് വരാം. സുപ്രീം കോടതി ജഡ്ജിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്? സുപ്രീം കോടതി ജഡ്ജിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ് യോഗ്യതകൾ? അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഏറ്റവും ആദ്യത്തെ യോഗ്യത അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒന്നോ അതിൽ കൂടുതലോ ഹൈക്കോടതികളിൽ 5 വർഷമെങ്കിലും ജഡ്ജി ആയിരിക്കണം. ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ 5 വർഷമെങ്കിലും പരിചയമുണ്ടായിരിക്കണം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി 10 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്നോ അതിൽ കൂടുതലോ ഹൈക്കോടതികളിൽ 10 വർഷമെങ്കിലും ഒരു അഡ്വക്കേറ്റ് ആയിട്ട് സർവീസ് ചെയ്തിരിക്കണം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു നിയമജ്ഞൻ ആയിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും, പിന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഫസ്റ്റ് കണ്ടീഷൻ ഇന്ത്യൻ പൗരനായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് മതി. ഒന്നാമത്തെ എന്താ? ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അതും അല്ലാന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു നിയമജ്ഞൻ ആയിരിക്കണം. ഇതാണ് സുപ്രീം കോടതി ജഡ്ജി ആകാൻ വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത്. സുപ്രീം കോടതിയായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ആർട്ടിക്കിൾസ് നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പോൾ ആർട്ടിക്കിൾ 124 ആർട്ടിക്കിൾ 124 കുറിച്ച് നോക്കാം. അതിൽ തന്നെ കുറച്ച് സബ് ഡിവിഷൻസ് ഉണ്ട്, അതൊന്ന് നോക്കാം. 124(1) അതിലാണ് ഇന്ത്യക്കൊരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഇന്ത്യക്കൊരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു ചീഫ് ജസ്റ്റിസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് 124(1)ലാണ്. അതുപോലെ പാർലമെന്റ് നിയമം വഴി ഒരു അധിക സംഖ്യ നിശ്ചയിക്കുന്നത് വരെ 7 കവിയാത്ത അംഗങ്ങളും ഒരു ജഡ്ജിയും ഉണ്ടായിരിക്കണം. 1+7 ആണ്. അത് സുപ്രീം കോടതി നിലവിൽ വന്നപ്പോഴേ എന്തായിരുന്നു, 8 അംഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ കാര്യം പറയുന്നത് ആർട്ടിക്കിൾ 124 സബ് ക്ലോസ് 1ലാണ്. ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്നും അതുപോലെ ഒരു ചീഫ് ജസ്റ്റിസ് വേണമെന്നും പറയുന്നത് 124(1)ലാണ്. അതുപോലെ പാർലമെന്റ് ഒരു നിയമം വഴി അധിക സംഖ്യ നിശ്ചയിക്കുന്നത് വരെ 1+7 ആയിരിക്കണം ഇവിടുത്തെ ജഡ്ജിമാരുടെ എണ്ണം. 1+7 എന്ന് പറയുമ്പോൾ ഒരു ചീഫ് ജസ്റ്റിസും 7 ജഡ്ജിമാരും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ആർട്ടിക്കിൾ 124(2) ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 124(2) സബ് ക്ലോസ് 2. അപ്പോൾ അത്തരത്തിൽ നിയമിക്കുന്ന വ്യക്തികളുടെ കാലാവധി 65 വയസ്സ് വരെയാണെന്നും ഈ ഒരു സബ് ക്ലോസിൽ പറയുന്നുണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണ്. അത്തരത്തിൽ നിയമിക്കപ്പെടുന്ന വ്യക്തികളുടെ കാലാവധി 65 വയസ്സാണ്. സബ് ക്ലോസ് 2 ആർട്ടിക്കിൾ 124. ഇനി ഇവർക്ക് രാജി സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിലാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്? നിയമിക്കുന്ന രാഷ്ട്രപതിയാണെങ്കിൽ രാജിക്കത്ത് കൊടുക്കുന്നതും രാഷ്ട്രപതിയുടെ കയ്യിൽ തന്നെയാണ്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 124 സബ് ക്ലോസ് 2A. ഓക്കെ, 124(2A)യിലാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോടതി ജഡ്ജി ആകുന്നതിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് പറയുന്നത് എവിടെയാണ്? യോഗ്യത പറയുന്നത് 124(3)ലാണ്. 124 സബ് ക്ലോസ് 3ലാണ് സുപ്രീം കോടതി ജഡ്ജി ആകുന്നതിന് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നത്. ഇനി 124(4) 4-ാമത്തെ സബ് ക്ലോസ്, അതായത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ പുറത്താക്കൽ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് 124(4) പറയുന്നത്. ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിയെക്കുറിച്ച്. നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ലോകസഭയിൽ ഈ പ്രമേയം അവതരിപ്പിക്കണം, അപ്പോൾ അവിടുന്ന് 100 പേരുടെ പിന്തുണ വേണം. അതുപോലെ രാജ്യസഭയിൽ അവതരിപ്പിക്കണം, അവിടുന്ന് 50 പേരുടെ പിന്തുണ വേണം. അതിനെ തുടർന്നുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് നടന്നതിന് ശേഷം മാത്രമേ ഈ ജഡ്ജിമാരെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 124(4). ക്ലിയർ ആയല്ലോ? അടുത്തത് 124(5) പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ പുറത്താക്കൽ നടപടിക്രമങ്ങൾ പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് എന്ന് 124(5) പറയുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ 124(6) വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുന്ന ആളുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. രാഷ്ട്രപതിയുടെ മുൻപിലോ അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുൻപിലോ ആയിരിക്കണം സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുന്ന ആൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ആർട്ടിക്കിൾ 124(6)ലാണ് സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നത്. ഇനി 124(7) അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി കഴിഞ്ഞാൽ 124 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് കഴിയാണ്. സുപ്രീം കോടതി ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ച ഏതൊരാളും ഇന്ത്യയിലെ മറ്റൊരു കോടതിയിലും വാദിക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല എന്ന് പറയുന്നത് 124(7)ലാണ്. സുപ്രീം കോടതി ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ച ഏതൊരാളും ഇന്ത്യയിലെ മറ്റൊരു കോടതിയിലും വാദിക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല എന്ന് പറയുന്നത് 124(7)ലാണ്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. 124 ഈ സബ് ക്ലോസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്നും അവിടെ ഒരു ചീഫ് ജസ്റ്റിസ് വേണമെന്നും പറയുന്നു. അതുപോലെ 7+1 മെമ്പേഴ്സ് വേണമെന്ന് പറയുന്നതും 124(1)ലാണ്. 2 എന്താ പറയുന്നത്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണ്. അത്തരത്തിൽ നിയമിക്കപ്പെടുന്ന ആൾക്ക് 65 വയസ്സ് വരെയാണ് ആളുടെ കാലാവധി. ഇനി 2 A എന്ന് പറഞ്ഞൊരു സബ് ക്ലോസ് ഉണ്ടല്ലോ, രാജിയെക്കുറിച്ചാണ്. നിയമനം കഴിഞ്ഞ അടുത്തത് രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണെന്ന് 124 സബ് ക്ലോസ് 2A പറയുന്നത്. ഇനി 124(3) എന്താ പറയുന്നത്? അതിൽ ഈ സുപ്രീം കോടതി ജഡ്ജി ആകുന്നതിന് വേണ്ട യോഗ്യതകളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി 124(4) ഒരു സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കാനുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 124(5) എന്താണ്? ഒരു സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കൽ നടപടി എന്ന് പറയുന്നത് പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണെന്നാണ്. അതുമാത്രം ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇനി 124(6) പറയുന്നത് എന്താണ്? സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ്.
സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുന്ന ഏതൊരാളും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് രാഷ്ട്രപതിയുടെ മുൻപാകെയാണെന്നാണ് 124(6) പറയുന്നത്. 7 പറയുന്നത് എന്താണ്? സുപ്രീം കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ച ഏതൊരാളും ഇന്ത്യയിലെ മറ്റൊരു കോടതിയിലും വാദിക്കുവാനും പ്രവർത്തിക്കുവാനും പാടുള്ളതല്ല. അപ്പോൾ 124 കഴിഞ്ഞു. ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. 124 എന്ന ആർട്ടിക്കിൾ കൂടാതെ മറ്റു കുറച്ച് ആർട്ടിക്കിൾസ് കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. കാരണം ചോദ്യം ഏത് ഭാഗത്തു നിന്ന് വരും നമുക്കറിയില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ആർട്ടിക്കിളിൽ നിന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ നമുക്കത് വിഷമാവില്ലേ. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് ഓടിച്ചിട്ട് പഠിക്കാം. ആർട്ടിക്കിൾ 125 ആർട്ടിക്കിൾ 125 സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നത്. ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തെക്കുറിച്ചും അദ്ദേഹത്തിനുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 125 അപ്പോൾ ഇവർക്കുള്ള ശമ്പളം കൊടുക്കുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഈ സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം കൊടുക്കുന്നത് കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിയുടെ പുതുക്കിയ ശമ്പളം എത്രയാണ്? 2,50,000 ആണ്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പുതുക്കിയ ശമ്പളം 2,80,000 ആണ്. ഓർത്ത് വയ്ക്കുക. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം അനുവദിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 126 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 126. അതായത് ഏതെങ്കിലും കാരണവശാൽ ചീഫ് ജസ്റ്റിസിന്റെ പദവി ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടേക്ക് ഒരു താൽക്കാലികമായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അത് അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയാണ് രാഷ്ട്രപതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആ സമയത്ത് നിയമിക്കുന്നത്. ആർട്ടിക്കിൾ 127 ആർട്ടിക്കിൾ 127 അഡ്വോക്ക് ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. അഡ്വോക്ക് ജഡ്ജിമാരുടെ നിയമനം. എന്താണ് ഈ അഡ്വോക്ക്? അഡ്വോക്ക് എന്ന് പറയുന്ന ഒരു ഫോറിൻ ഫ്രേസ് ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ്. എന്താണ്? ഫോർ എ സ്പെഷ്യൽ പർപ്പസ് എന്നാണ് അഡ്വോക്ക് എന്ന വേർഡിൻ്റെ മീനിങ്. അപ്പോൾ അഡ്വോക്ക് ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 127. അഡ്വോക്ക് ജഡ്ജിയായിട്ട് നിയമിക്കുന്നത് ഹൈക്കോടതി ജഡ്ജിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അഡ്വോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അഡ്വോക്ക് ജഡ്ജിയായി നിയമിക്കുന്നത് ഹൈക്കോടതി ജഡ്ജിയാണ്. അത് നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. എന്തെങ്കിലും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അഡ്വോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 129 എന്താണ്? സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129. അതായത് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധികൾ, അവരുടെ നിരീക്ഷണങ്ങൾ, അവരുടെ ഉത്തരവുകളെല്ലാം ഒരു ലീഗൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. മറ്റുള്ള കോർട്ടുകൾക്ക് അതിനെ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നതാണ് ഈ കോർട്ട് ഓഫ് റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 129 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇനി ആർട്ടിക്കിൾ 130 വരാം. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രത്യേക അനുമതിയോട് കൂടിയിട്ട് ഭാരതത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലോ ആയിരിക്കും എന്ന് പറയും. നമ്മൾ പറഞ്ഞു തിലക് മാർഗിലാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം, ന്യൂഡൽഹി തിലക് മാർഗാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആർട്ടിക്കിൾ 130 അനുസരിച്ചാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രത്യേക അനുമതിയോട് കൂടിയിട്ട് ഭാരതത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലോ ആയിരിക്കുമെന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 131 സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിഡിക്ഷൻ അല്ലെങ്കിൽ ഉത്ഭവ അധികാരം അല്ലെങ്കിൽ തനത് അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 131. തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം, അതാണ് ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ള തർക്കങ്ങളാണ്? കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങൾ, അതുപോലെ ഒന്നോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഇങ്ങനെയുള്ള തർക്കങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 131 പറയുന്നത്. ആർട്ടിക്കിൾ 132 വരാം. സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 132 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 133 പറയുന്നത് സിവിൽ കേസുകളിലെ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെക്കുറിച്ചാണ്. സിവിൽ കേസുകളിലെ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 133. പക്ഷേ ഒരു സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരമാണ് 132 പറയുന്നത്. പ്രധാനമായിട്ടുള്ള 4 തരത്തിലുള്ള അപ്പീൽ അധികാരമാണ് ആർട്ടിക്കിൾ 132 പറയുന്നത്. 133 സിവിൽ കേസുകളിലെ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 134 ക്രിമിനൽ കേസുകളിലെ സുപ്രീം കോടതിയുടെ
അപ്പീൽ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 132 മുതലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. 132 സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. 4 തരത്തിലുള്ള അപ്പീൽ അധികാരത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇനി 133 സിവിൽ അപ്പീൽ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. സിവിൽ കേസുകളിലെ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം. 134 ക്രിമിനൽ കേസുകളിലെ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് അടുത്തത്. ആർട്ടിക്കിൾ 143 143, അതായത് സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. അതായത് പൊതുപ്രാധാന്യമുള്ള ഏതെങ്കിലും നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ രാഷ്ട്രപതിക്ക് ഉന്നയിക്കാം. അതുപോലെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപുള്ള കരാറുകളെക്കുറിച്ചുള്ള സംശയങ്ങൾ, അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ചോദിക്കാവുന്നതാണ്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും ആർട്ടിക്കിൾസ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി നമുക്ക് മറ്റു കുറച്ച് ഫാക്റ്റിലേക്ക് വരാം. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? H.J. കനിയ. H.J. കനിയാണ് സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. നമ്മൾ പറഞ്ഞു ഫെഡറൽ കോടതി പിന്നീട് ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് മാറുമ്പോഴും ഇദ്ദേഹം തന്നെയാണ് ചീഫ് ജസ്റ്റിസ്. അതായത് ഫെഡറൽ കോടതിയിലും ഇന്ത്യയുടെ സുപ്രീം കോടതിയിലും ചീഫ് ജസ്റ്റിസ് ആയ ഏക വ്യക്തിയാണ് H.J. കനിയ. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസാണ് പതഞ്ജലി ശാസ്ത്രി. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് Y.V. ചന്ദ്രചൂഡാണ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. അച്ഛനും മകനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്. ആരൊക്കെയാണ്? ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായ Y.V. ചന്ദ്രചൂഡും അദ്ദേഹത്തിൻ്റെ മകനാണ് 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ D.Y. ചന്ദ്രചൂഡ്. ഓർത്തു വയ്ക്കുക. ഇനി ഏറ്റവും കുറച്ചു കാലം ഇതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് കമൽ നരേൻ സിംഗ് ആയിരുന്നേ. ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. ഇനി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ഫാത്തിമ ബീവി. ഓക്കെ, ഓർത്തു വെക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് KG ബാലകൃഷ്ണൻ. ഇനി സുപ്രീം കോടതി ജഡ്ജിയായിട്ട് രാഷ്ട്രപതി നേരിട്ട് നിർദ്ദേശിച്ച ആദ്യത്തെ അഭിഭാഷകനാണ് സർവമിത്ര സിക്രിയെയാണ് സുപ്രീം കോടതി ജഡ്ജിയായി രാഷ്ട്രപതി നേരിട്ട് നിർദ്ദേശിച്ച ആദ്യത്തെ അഭിഭാഷകൻ. സുപ്രീം കോടതി ജഡ്ജിയാകാൻ വേണ്ട യോഗ്യതകളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിലൊരെണ്ണമായിരുന്നു പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിരിക്കണമെന്ന്. അത്തരത്തിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് രാഷ്ട്രപതി നേരിട്ട് നിർദ്ദേശിച്ച ആദ്യത്തെ അഭിഭാഷകനാണ് സർവമിത്ര സിക്രി. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ 50ാമത്തെ മുതൽ നമുക്ക് നോക്കാം. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു D.Y. ചന്ദ്രചൂഡ്. അപ്പോൾ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് എന്നായിരുന്നു. ഇനി 51ാമത്തെ വ്യക്തിയാണ് സഞ്ജീവ് ഖന്ന. 2024 നവംബർ മുതൽ 2025 മെയ് 13 വരെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. ഇനി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? ജസ്റ്റിസ് B.R. ഗവായിയാണ് ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് B.R. ഗവായി. ഇദ്ദേഹം ഈ ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഫസ്റ്റ് ബുദ്ധിസ്റ്റ് ആണ് എന്നൊരു പോയിന്റ് കൂടി ഇവിടെ ചേർത്ത് പഠിക്കുക. 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് B.R. ഗവായിയാണ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് ടു ഒക്കുപ്പൈ ദ പോസ്റ്റ് ഓഫ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണി പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ തൊട്ട് താഴെയായി ഹൈക്കോടതി, പിന്നീട് ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിങ്ങനെയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണി എന്നുകൂടി ഈ ഭാഗത്ത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും നമ്മൾ പഠിച്ചു. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്